morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. യൂസിംഗ് ദി മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് സോൾവ് d square y by dx square plus 4y equal to sec 2x. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു നോൺ ഹോമോജീനിയസ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് yc കണ്ടുപിടിക്കണം, yp കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ടു ഫൈൻഡ് yc. അതിനെന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാർട്ട് ഈക്വൽ ടു 0 കൊടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാർട്ട് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാർട്ട് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈസ് ഈക്വൽ ടു 0. y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ആക്ച്വൽ ഇക്വേഷൻ എഴുതാം. ആക്ച്വൽ ഇക്വേഷൻ എന്താണ്? ആക്ച്വൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു m സ്ക്വയർ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ m സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? -4 കിട്ടും. m എത്ര കിട്ടും നമുക്ക്? -4ന്റെ റൂട്ട് എത്രയാണ്? +or-2y. അപ്പോൾ റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. റൂട്ട്സ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ ഇവിടെ ആൽഫയുടെ വാല്യൂ നമുക്ക് 0 ആണ്, ബീറ്റയുടെ വാല്യൂ നമുക്ക് 2 ആണ്. therefore yc കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc is equal to എന്താ കിട്ടുന്നത്? e raised to 0x c1 cos 2x plus c2 sin 2x. നമുക്ക് yc യുടെ ആൻസർ yc is equal to c1 cos 2x plus c2 sin 2x. റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പാർട്ട് കിട്ടി, yc കിട്ടി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടു ഫൈൻഡ് yp. റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് കണ്ടുപിടിക്കണം. yp കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് w കണ്ടുപിടിക്കണം. റോൺസ്ക്യൂ കോൺസ്റ്റന്റ് w. ഇവിടെ നമുക്ക് yc c1 cos 2x c2 sin 2x ആണെങ്കിൽ y1 എന്ന് പറയുന്നത് cos 2x ആണ്, y2 എന്ന് പറയുന്നത് sin 2x ആണ്. sin 2x. ഇനി w കാണാനുള്ള ഫോർമുല എന്താണ്? y1 y2 y1 dash y2 dash. ഇതാണ് ഫോർമുല. ഈ ഫോർമുലയിൽ കൊടുത്തു കഴിയുമ്പോൾ y1 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 2x, y2 എന്ന് പറഞ്ഞാൽ എന്താണ്? sin 2x, y1 dash എന്താണ്? cos 2x ഡിഫറൻസിയേഷൻ minus sin 2x into 2. അതുപോലെ sin 2x ഡിഫറൻസിയേഷൻ എന്താണ്? cos 2x into 2. അപ്പോൾ y1 എന്ന് പറയുന്നത് cos 2x, y2 എന്ന് പറയുന്നത് sin 2x, y1 dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ y1 ന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ minus sin 2x into 2. ഇവിടെ sin 2x ഡെറിവേറ്റീവ് cos 2x into 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2 cos square 2x plus 2 sin square 2x എന്ന് പറഞ്ഞാൽ 2 into cos square 2x plus sin square 2x that is equal to 2 into 1 that is equal to 2. അപ്പോൾ w ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? w is equal to 2. ഇത് നമുക്ക് ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് yp ആണ് കണ്ടുപിടിക്കേണ്ടത്. yp കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് yp കണ്ടുപിടിക്കാനുള്ള ഫോർമുല വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ആ ഫോർമുല ഇവിടെ എഴുതണം. yp is equal to എന്താണ് ഫോർമുല? -y1 ഇന്റഗ്രൽ ഓഫ് y2 into r of x by w dx plus y2 into integral y1 r of x by w dx. ഇതാണ് ഫോർമുല. ഈ ഫോർമുല കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നോക്കാം. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? minus cos 2x ഇന്റഗ്രൽ y2 എന്താണ്? sin 2x into r of x എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് sec 2x ആണ്. sec 2x by w എത്രയാണ്? 2 dx plus y2 എത്രയാണ്? y2 is equal to sin 2x into integral y1 എത്രയാണ്? cos 2x into ഇവിടെ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് എഴുതാം. that is equal to that is plus y2 എത്രയാണ്? sin 2x integral y1 എത്രയാണ്? cos 2x into r of x എത്രയാണ്? sec 2x by 2 dx. ഇനി അത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിക്കാം.
that is yp is equal to minus cos 2x into ഇവിടെ integral of sin 2x ഇവിടെ ഈ 2 നമുക്ക് പുറത്തേക്ക് ഇട്ടു integral of sin 2x sec 2x പറഞ്ഞാൽ cos 2x ആണ് 1 by cos 2x ആണ് അപ്പോൾ sin 2x by cos 2x എന്താണ് tan 2x ഇവിടെ sin 2x into sec 2x നെ 1 by cos 2x എന്ന് എഴുതുമ്പോൾ tan 2x dx plus sin 2x into ഇവിടെ ഈ cos 2x വെട്ടിപ്പോകും അപ്പോൾ ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത് sin 2x by 2 integral dx അവിടെ integral dx എന്ന് മാത്രമേ വരുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവിടെ വെട്ടിപ്പോകും ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ minus cos 2x by 2 into integral of tan x integral of tan 2x ആണ് integral of tan 2x ന്റെ ഇന്റഗ്രൽ എന്താണ് അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് log cos 2x ആണ് മൈനസ് log cos 2x അല്ലേ മൈനസ് log cos 2x അപ്പോൾ ഫോർമുലയുണ്ട് മൈനസ് log cos 2x dx അത് നമ്മൾ ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് tan 2x ന് പകരം നമുക്ക് sin 2x by cos 2x എന്ന് കൊടുക്കാം എന്നിട്ട് cos 2x ന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ മൈനസ് sin 2x dx du എന്ന് വരും മൈനസ് sin 2x dx into 2 അല്ലേ ഇനിക്കൽ du എന്ന് വരും അപ്പോൾ sin 2x dx du by minus 2 എന്ന് വരും അപ്പോൾ നമുക്ക് minus 1/2 cos 2x integral of du by minus 2 u എന്ന് വരും അത് log u എന്ന് വരും log u therefore നമുക്ക് minus cos 2x divided by minus log cos 2x നമ്മുടെ integration that is plus ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത് ഇവിടെ നമുക്ക് 1/2 sin 2x 1/2 sin 2x into x plus അപ്പോൾ അവസാനത്തെ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയാണ് ഇവിടെ മൈനസ് ഓഫ് മൈനസ് അപ്പോൾ പ്ലസ് അപ്പോൾ 1/2 നമുക്ക് 1/2 ഇവിടെ log cos 2x by 2 എന്നുണ്ട് അപ്പോൾ നമുക്ക് 1/4 cos 2x log cos 2x plus ഇവിടെ നമുക്ക് sin 2x by 2 എന്നാണ് കിട്ടുന്നത് sin 2x by 2 എന്ന് പറയുമ്പോൾ x by 2 sin 2x plus sin 2x plus അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ 1/4 cos 2x into log cos 2x plus x by 2 sin 2x. Therefore, our final answer yc is equal to yc plus yp. yc എന്താണ് നമുക്ക് നേരത്തെ കിട്ടിയത് c1 cos 2x plus c2 sin 2x ആണ്. yp നമുക്ക് എത്ര കിട്ടിയത് 1/4 cos 2x into log cos 2x plus x by 2 sin 2x. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത മെത്തേഡിന്റെ പേരാണ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു y ഓഫ് c കണ്ടുപിടിച്ചു. y ഓഫ് c കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് 0 ആക്കി വെച്ചു. അപ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുന്നത് ഓക്സിലറി ഇക്വേഷൻ വിൽ ബി m സ്ക്വയർ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ m എത്ര കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് 2y കിട്ടും പ്ലസ് ഓർ മൈനസ് 2y. അപ്പോൾ ആൽഫ റൂട്ട്സ് ആർ in the form of alpha plus or minus I beta. Roots in the form of alpha plus or minus I beta എന്നാണ് നമുക്ക് roots കിട്ടുക കേട്ടോ. Roots are in the form of alpha plus or minus I beta ഫോമിൽ കിട്ടും. ഇനി ഇവിടെ റൂട്ട്സ് ആൽഫയുടെ വാല്യൂ 0യും ബീറ്റയുടെ വാല്യൂ നമുക്ക് 2 ആണ് കിട്ടുന്നത്. Therefore നമ്മുടെ സൊല്യൂഷൻ yc is equal to e raised to 0x into c1 cos 2x plus c2 sin 2x എന്ന് പറഞ്ഞാൽ c1 cos 2x plus c2 sin 2x. ഇനി നമുക്ക് ഇതിന്റെ മെത്തേഡ് ഓഫ് വേരിയേഷൻ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് yp കണ്ടുപിടിക്കണം. yp കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ w റോൺസ്കിയൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. അപ്പോൾ y1 ന്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുത്തു cos 2x എന്ന് കൊടുത്തു. y2 ന്റെ വാല്യൂ നമ്മൾ കൊടുത്തു sin 2x എന്ന് കൊടുത്തു. y1 ഡാഷ് എന്താണ് cos 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin 2x into 2. അതുപോലെ sin 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടും cos 2x into 2. എന്നിട്ട് നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റോൺസ്കിയൻ കോൺസ്റ്റന്റ് 2 എന്ന് കിട്ടും. ഇനി yp കണ്ടുപിടിക്കണം. yp കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഫോർമുല എന്താണ് മൈനസ് y1 ഇന്റഗ്രൽ ഓഫ് y2 into r of x dx by w
plus y2 into integral of y1 x y1 into r of x by w dx. ആ ഫോർമുല കൊടുക്കാം. ആ ഫോർമുലയിൽ y2നും y1നും r of x നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r of x എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ടാണ്. അപ്പൊ y1 പകരം നമ്മൾ എന്ത് കൊടുത്തു? cos 2x കൊടുത്തു. y2 പകരം sin 2x കൊടുത്തു. r of x പകരം sec 2x കൊടുത്തു by 2 dx. അതുപോലെ y2 പകരം sin 2x കൊടുത്തു. y1 പകരം cos 2x കൊടുത്തു. r of x പകരം sec 2x കൊടുത്തു by 2. Then ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അടുത്ത ശേഷം minus cos 2x by 2 നമ്മൾ പുറത്തേക്ക് ഇട്ടു. ഇന്റഗ്രൽ ഓഫ് tan 2x dx. അപ്പോൾ 1/2 sin 2x dx. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ minus 1/2 cos 2x ഇന്റഗ്രൽ ഓഫ് tan 2x dx. ഇന്റഗ്രൽ ഓഫ് tan 2x dx എന്ന് പറഞ്ഞാൽ minus log cos 2x ആണ്. minus log cos 2x ആണ്. അപ്പോൾ minus log cos 2x minus log cos 2x divided by 2. minus log cos 2x divided by 2 എന്ന് കിട്ടും. അപ്പൊ അത് നമ്മൾ ആ 2ഉം 1/2 ഗുണിച്ച് ചെയ്യുമ്പോൾ 1/4 മൈനസ് മൈനസ് പ്ലസ് ആവും. 1/4 cos 2x log cos 2x plus x/2 sin 2x. അപ്പൊ നമുക്ക് yp യുടെ ആൻസർ കിട്ടി, yc യുടെ ആൻസർ കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് സൊല്യൂഷൻ കിട്ടുക. ഇവിടെ ഇന്റഗ്രൽ ഓഫ് tan 2x കാണാനായിട്ട് നമ്മൾ ഫോർമുല പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓഫ് tan 2x നമ്മൾ sin 2x cos 2x എഴുതാം. എന്നിട്ട് താഴെയുള്ള cos 2x u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് sin 2x dx du എന്ന് വരും. മൈനസ് sin 2x dx into 2 ഈക്വൽ du എന്ന് വരും. അപ്പൊ sin 2x dx എന്താവും? നമുക്ക് du by -2 എന്ന് വരും. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓഫ് sin 2x dx du by -2 എന്ന് കൊടുത്തു. cos 2x u കൊടുത്തു കഴിയുമ്പോൾ -1/2 du എന്ന് വരും. -1/2 du. അപ്പൊ -1/2 du എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ u എന്നാണ് കിട്ടുന്നത്. യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് u കിട്ടും. ആ യുവിന് വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, cos 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ -1/2 cos 2x -1/2 cos 2x. അപ്പൊ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇന്റഗ്രൽ ഓഫ് tan 2x എന്ന് പറഞ്ഞാൽ minus cos 2x by 2 ആണ്. minus cos 2x minus log cos 2x by 2 ആണ്. minus log cos 2x by 2 ആണ് നമ്മൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുക. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ tan 2x and sin 2x by cos 2x കൊടുത്തിട്ട് cos 2x u കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഇന്റഗ്രൽ ഓഫ് du by -2u എന്ന് വരും. അപ്പോ ഇന്റഗ്രൽ ഓഫ് 1/u എന്ന് പറഞ്ഞാൽ log u ആണ്. അപ്പൊ log cos 2x by -2. അപ്പൊ ഫോർമുല പഠിക്കുക, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് tan 2x ന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എന്താണ്? -log cos 2x by 2 എന്നാണ്. -log cos 2x by 2. അങ്ങനെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് വരും? ഫൈനൽ ആൻസർ yp യുടെ y4 into cos 2x into log cos 2x plus x/2 sin 2x. Therefore ഈ പ്രോബ്ലത്തിന്റെ അവസാനത്തെ ആൻസർ y എന്ന് പറഞ്ഞാൽ yc plus yp. yc നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, c1 cos 2x plus c2 sin 2x. yp ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു, 1/4 cos 2x into log cos 2x plus x/2 sin 2x. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.